നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമാണ്. നമുക്ക് മൈൻക്രാഫ്റ്റിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. നമ്മളിപ്പോൾ വില്ലേജിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ വില്ലേജിൻ്റെ അടുത്തല്ല സ്പോൺ ആവുന്നത്. നമ്മൾ വില്ലേജിൻ്റെ അപ്പുറേ ഒരു 1.5 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് വില്ലേജിൻ്റെ അടുത്തെത്തി. നമ്മൾ വില്ലേജിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളൂ. എല്ലാം ഉള്ളതെല്ലാം ചെയ്തോ. നമുക്കിന്ന് പൊളിക്കാം. അപ്പം ഈ 1-2 കാര്യം വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ ഗൈസ്? ഈ ഗെയിം സഹകരിക്കുക. അതായത് ഇത് റിയൽ മൈൻക്രാഫ്റ്റ് അല്ല, ഒരു ഡൂപ്പ് മൈൻക്രാഫ്റ്റ്. നമുക്കൊരു എൻഡർ ഡ്രാഗനൊക്കെ പറയണ എന്തോ സാധനം, എൻഡർ പോളെന്നൊക്കെ പറഞ്ഞ എന്തോ ഊള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ഒരു വില്ലേജിൻ്റെ വീട്ടിൽ പോയിട്ട് കട്ടെടുത്തുകൊണ്ടിരുന്നു. ഒരു കട്ടിൽ നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുക്കാമെന്ന് കരുതി. തന്നെ വെക്കാത്ത പറ്റാതെ. നീ ഇവിടെ ഇരിക്കണോ? അതേടാ ശരി. റീസ്പോൺ സെറ്റ് ചെയ്തു. റീസ്പോൺ എല്ലാ കുന്തലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇറങ്ങിപ്പോവാം. ഈ ഏണിയൊക്കെ കയറാൻ നമ്മളെ വിളിച്ചാൽ മതി. എവിടെയാണെങ്കിലും പ്ലംബിങ് ജോലിയില്ല. അപ്പം നമ്മൾ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മരം വളരെ ഇമ്പോർട്ടൻ്റ് ഐറ്റം കണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നത്. നമ്മൾ സർവൈവലാട്ടോ ഗൈസ്. ക്രിയേറ്റീവിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ മൈൻക്രാഫ്റ്റിലെ ട്രയൽ ഗെയിമാണിത്. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് സഹായിച്ചോ. നമ്മൾ ട്രയലായിട്ട് കളിക്കുന്നതാണ്. ഇനി ഒറിജിനലൊക്കെ നമുക്ക് നോക്കാം. ഒറിജിനൽ മൈൻക്രാഫ്റ്റൊക്കെ വഴിയെ കൊണ്ടുവരാൻ നമുക്ക്. നിങ്ങളിത് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. ഇതിൽ മൾട്ടിപ്ലെയർ ഉണ്ടാവും. ഇങ്ങനെയല്ലടാ മറ്റൊരു എന്തോ സ്റ്റോറേജ് ബോക്സോ അല്ലല്ലോ. അല്ലേ, ഇതിപ്പോൾ എന്നാ ഉണ്ടാക്കണ്ടേ? ഞാൻ ഒന്ന് മരം വെട്ടട്ടെ കൈസ്. തിരിച്ച് വീണ്ടും മരം വെട്ടട്ടെ. എനിക്ക് എന്നാ അറിയാൻ പാടില്ല കൈസ്. ഈ മരം എങ്ങനെ വെട്ടണേന്നും മരത്തിൻ്റെ പരിപാടിയൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാണ് വീടൊക്കെ ഉണ്ടാക്കണേ. എനിക്കറിയാൻ പാടില്ല കൈസ് ഈ വീട് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. ഞാൻ എന്തായാലും ആദ്യം തന്നെ മരം വെട്ടിയിട്ടുണ്ട്. എന്തോ ഇതെന്നാണ് ഇത്? നമുക്ക് എന്നാ ഉണ്ടാക്കണ്ടേ? ഞാൻ എല്ലാം ഉണ്ടാക്കും കേട്ടോ ഗൈസ്. കണ്ട അപ്പടി സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട എല്ലാ ഐറ്റംസും ഞാൻ ഉണ്ടാക്കി. ഈ കൈ ഇരിക്കുന്ന പെട്ടിയുണ്ടടാ. പിന്നെ ഇവന് കാണാൻ നല്ല ലുക്കുണ്ടല്ലോ. ഒരു ക്യൂട്ട് മോന്താലെ. തൊപ്പിയൊക്കെ എവിടെ നിന്ന് കിട്ടി? എനിക്ക് തടാവേ തൊപ്പി. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എത്തി. നമുക്ക് മണ്ടയിൽ പോയി കിട്ടുമോ? അതിനത് സാധനത്തിന് വേറെ പെട്ടി. മൈ ഗോഡ്, സാധനം നോക്കണോ? ഇതൊരു സാധനം. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. വ്യൂ ഇൻ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതെന്താണ് ഈ സാധനം? ഇതെന്നൊക്കെയാ ഇത്? എൻ്റെ അമ്മോ, ഇതന്നെ ഇത് കോടാലിയോ? എന്താണ് ഈ എനിക്കറിയാൻ പാടില്ല ഈ സാധനം എന്നാന്നൊന്നും. നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് എന്തായാലും. ഓ മൈ ഗോഡ്, എൻ്റെ അമ്മ സീൻ സാധനം. ഇനി നമ്മളിത് പൊളിക്കും. ഇത് വെട്ടാൻ പറ്റുമോടാ? വെട്ടാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വെട്ടാൻ പറ്റില്ല. ഇതെന്നെ സാധനം? ഇത് ലാവയാണോ തീയാണോ? വെട്ടി നോക്കട്ടെ, അപ്പം അറിയാം. അയ്യോ, ലാവ. അവിടെ ഇനി ലാവയൊക്കെ ഒലിച്ചു വരും. എനിക്കറിയാൻ പാടില്ല ഗൈസ്. അപ്പം ഇത് വെച്ച് മരം വെട്ടിയാൽ പോരെ? വേറെ സാധനം വേണ്ടല്ലോ. ഇതിനകത്ത് എന്തൊക്കെ സോഡ്, അതായത് കത്തി, അതൊക്കെ സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊക്കെ ഉണ്ടാക്കാൻ വൈകാതെ തന്നെ. അവിടെ നിന്നൊരു ആട്ടുമാമ ഇറങ്ങിയിട്ടുണ്ട്. ഷീപ്പ്. എടാ, അവിടെ ആരോ നമ്മുടെ സോംബിയെന്ന് തോന്നുന്നു. നമുക്കിച്ചിരി മൺകട്ട എടുക്കാം ഗൈസ്. മണ്ണുകട്ടായ എടുക്കാമല്ലോടാ. നീ മണ്ണുകട്ട എടുക്കുന്ന സമയത്ത് വല്ലവന്മാർ വന്ന് കൊല്ലുമോ? അങ്ങനെ ചെയ്യാണ്ടിരുന്ന നല്ലത്. ചെയ്തു കഴിഞ്ഞാലോ ചള്ളും. നമുക്ക് ഇച്ചിരി കയറി ഇരുന്നിട്ട് ഇതാ. കൃത്യമായി. ഈ സാധനത്തിലൊക്കെ നമ്മൾ ചില വീഡിയോയിലൊക്കെ കണ്ടോണ്ട് ഞാൻ
ഇതെന്താണ് ഇതിൻ്റെ പേരിനായിരുന്നു ഗൈസ്? ഇതിൻ്റെ പേരിനായിരുന്നു മറന്നുവല്ലോ. ഇതെന്താ ആൾക്കാരൊക്കെ രക്ഷിക്കും, വില്ലേജേഴ്സിൻ്റെ ഒക്കെ ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. ഈ സാധനം എനിക്കറിയാൻ പാടില്ല, ഇതിൻ്റെ പേര് ഞാൻ മറന്നു. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തന്നേനെ ഗൈസ്. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാവോ ഗൈസ്? നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയൂ ഗൈസ്, പറയൂ. ഇതിന് നമ്മുടെ വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? കയറ് വേണോ ഇനി? മാറേ, പിന്നെ നമുക്ക് ഉന്തിയിട്ട് കൊന്നാലോ? ചത്താ? ചത്തു. എന്നാടേ പറന്നു പോണേ. ഹായ് പൂച്ചക്കുട്ടി. ഇതുപോലത്തെ ഒരു പൂച്ച എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് ഗൈസ്. എൻ്റെ വീടിൻ്റെ ഇവിടെ കൂടെയൊക്കെ നടക്കാറുണ്ട് ഈ പൂച്ച. ഇത് തന്നെ സെയിം സാധനം. ഈ അയൺകോളത്തിന് എന്തെങ്കിലും പേര് കിട്ടി. അയൺകോളം അറിയാണ്ട് പറയും ഗൈസ്, അപ്പം നമുക്ക് മനസ്സിലാവും എന്താ പേരെന്നൊക്കെ. അയൺകോളം എന്നാ എൻ്റെ പേര്. അയൺകോളത്തിന് അടിച്ചു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? എന്നാ ഇത് ഓടണേ? ഒട്ടാപ്പിടുത്തം കളിക്കണോ? തൊട്ടാപ്പിടുത്തം ഞാൻ തൊട്ടു. നീ എന്നെ പിടിക്കാൻ പാടേ? ഞാൻ തൊട്ടല്ലോ. ഞാൻ കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലാൻ വരുമെന്ന്. എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഇത് കൊല്ലു ഇനി. നിങ്ങൾക്കറിയാമോ ഗൈസ് ഈ സാധനം കൊല്ലുമെന്ന്? എന്തായാലും നമ്മളിതിനെ കൊല്ലും. നമ്മളെല്ലാം ആരാ മക്കളെന്ന് അറിയാൻ പാടാത്ത സാധനം നമ്മുടെ മുമ്പിൽ വന്ന് അങ്ങോട്ട് ചാടി. ഏയ് എടാ പൂച്ചക്കുട്ടി, സൈഡിൽ പൂച്ചക്കുട്ടി ഓടിയിട്ടുണ്ടോ? ഇപ്പം അയൺകോളത്തിന് ഉന്തിടാം. ഇതേ പൂച്ചക്കുട്ടി പോണോ? ചാടാ എടാ, ഒന്ന് താഴെ പോടാ. മടുത്തു നിന്നെ ഉന്താന്നറിയിട്ട്. താഴെ പോടക്കാ. പൂച്ചക്കുട്ടിയും പൂച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട്. എനിക്കറിയാൻ പാടില്ല ഗൈസ്. എടാ പൂച്ചനടിക്കാൻ പോണേ. പൂച്ചനടുത്തോട്ട് നിന്നെ കൊല്ലും. അയൺകോളം ഇങ്ങോട്ട് വാ, നിനക്കൊരു സർപ്രൈസ് തരാം. വാ. അയൺകോളം ഒന്നും ചെയ്യൂല ഗൈസ്, പാവാട്ടോ. വീഡിയോയിലൊക്കെ ചുമ്മാ കള്ളത്തരം കാണിക്കണം ഗൈസ്. ഈ അയൺകോളത്തിന് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയൊക്കെ ചുമ്മാ കള്ളത്തരമായിരുന്നു. ഇപ്പം മനസ്സിലായി ഗൈസ് എനിക്ക് അയൺകോളം പാവമായിരുന്നു. പക്ഷെ ഇറച്ചിയോ പോവാണോ? ന്യൂ റെസിപ്പി അൺലോക്കായി എന്ന് പറയുന്നുണ്ട്. ന്യൂ റെസിപ്പി എനിക്കറിയാൻ പാടില്ല. ഇവിടെ ബോട്ടിൻ്റെ ഒക്കെ ന്യൂ റെസിപ്പി ജോയിൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്നൊക്കെ പറഞ്ഞുണ്ട്. ഈ വില്ലേജിനെ നമ്മൾ വില്ലേജറിനെ കൊണ്ടു. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മളിന്നൊക്കെ ഒന്ന് കിടന്നുറങ്ങട്ടെ. ഈ പെട്ടി എന്നടാ? എടാ ഇതാടാ ക്രാഫ്റ്റിംഗ് ടേബിള്. എൻ്റെ അമ്മോ, ഇതൊക്കെ എന്നത്? എടാ ബക്കറ്റോ? ഈ സാധനത്തിൻ്റെ പേര് നീ മണ്ടയിലിരിക്കണ രണ്ടെന്നൊക്കെ എഴുതി കാണിച്ചേക്കണേ ഈ ഗ്രേ കളറിൽ. ഇതെന്നെ സാധനം ഇത്? സോഡ ഉണ്ടാക്കിയാൽ ടിഷ്കും സോഡ ഉണ്ടാക്കി. സോഡുണ്ടാക്കി നമ്മളങ്ങ് പൊളിക്കൂലോ. സോഡ് കിട്ടി, ആക്സ് കിട്ടി, ഷവോല് കിട്ടി, പിക്കാക്സ് കിട്ടി, എല്ലാം കിട്ടി. ഞാൻ എല്ലാത്തിനും പേര് കാണപ്പെടാം. നമുക്കിനി ഈ ഗെയിമൊന്ന് അരച്ച് കലക്കി കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം ബാക്കി പരിപാടികൾ. ഇതിനുണ്ട് ഇത് അതിൻ്റെ സാധനം ക്രീപ്പർ അങ്ങനെ എന്തോ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ക്രീപ്പർ എന്ന് പറഞ്ഞ സാധനം മറ്റേ നമ്മൾ കണ്ടില്ലേ ഒരു സോംബിനെ പോലത്തെ ആള്, രസ്തികൂടെ സോംബി, അതാണോ അതായിരിക്കും ക്രീപ്പർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കയ്യിൽ അമ്പും ബില്ലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഒറ്റയടിക്ക് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചു. എന്നതാണ് ഗൈസ്? എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഈ ഗെയിമിൽ സത്യം പറയാമല്ലോ, ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ ഗൈസ്. നമുക്കൊന്ന് സെറ്റപ്പ് ആക്കണം ഈ ഗെയിം.
സാധനം ഇവിടെ ഉണ്ടോ ഗൈസ്? ഒരു പച്ച കളറിലുള്ള സാധനത്തിന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഒരു പച്ച കളറിൽ നമ്മൾ ഇങ്ങനെ തൊടുമ്പോൾ പൊട്ടിത്തെറിക്കണ ഐറ്റം. ആ സാധനത്തിന് എനിക്കറിയാം. അതിൻ്റെ പേരെന്നാ? നമ്മൾ പറഞ്ഞ ക്രീപ്പർ എന്നാണ് അതിൻ്റെ പേര്. അറിയാൻ പാടില്ലല്ലോ ഗൈസ്, അറിയാൻ പാടില്ല. എന്തെങ്കിലാട്ടെ. എടാ ഇതാണോ ക്രീപ്പർ? ഇതും പച്ച കളറിലായിരിക്കണേ. ഇതാന്ന് തോന്നുന്നു ഗൈസ് ക്രീപ്പർ. ഇത് നമ്മുടെ അടുത്ത് വന്നിട്ട് പൊട്ടിത്തെറിക്കൂലേ? ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്ന സാധനമാണ്. നമുക്ക് നമുക്കിപ്പോൾ സ്ഥലം വിടാം. നമുക്ക് ഓടിപ്പോയി നമ്മൾ വെള്ളത്തിൽ ചാടി കുളിച്ചാലോ ഗൈസ്? ഇവിടെ ഒരു കുളമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇച്ചിരി കളിച്ചൊക്കെ ഒരു പ്രാക്ടീസറാണ് ഗെയിം. പക്ഷെ നമ്മൾ കഴിഞ്ഞ കളി കളിച്ചപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. അത് ഞാൻ കളിക്കാത്തതിൻ്റെ കുഴപ്പമാണോ? ഞാൻ ഒരു പ്രോ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്കറിയാൻ പാടില്ല ഗൈസ്, ഈ ഗെയിം എങ്ങനെ കളിക്കുന്നതെന്നൊന്നും. ഗെയിം നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം, ഉറപ്പായിട്ട് സത്യസന്ധതയോടെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എന്ന് പറഞ്ഞാൽ കമൻറ്റ്. ഇതൊരു സാധനം ഞാൻ ഒന്ന് വെട്ടിക്കോട്ടെ. ജസ്റ്റ് മിസ്. ന്യൂ റെസിപ്പി എന്തോ അൺലോക്കഡായി. അയ്യോ, ഇവിടെ ന്യൂ റെസിപ്പി ആവും ഞാൻ. ന്യൂ റെസിപ്പി അല്ല, ചിക്കൻ സോംബികൾക്കുള്ള ഇതെന്താ സാധനം? ഇതെന്താണ് ഈ സാധനം? ഞാൻ വെട്ടിയെടുക്കോട്ടോ, കണ്ടതെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതെന്നൊക്കെയാണെന്നൊന്നും അറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല ഗൈസ്, ഒന്നും അറിയാൻ പാടില്ല. എനിക്ക് പറ്റില്ല. എടാ കയറിപ്പോയാലോ ഗൈസ്? എനിക്കറിയാൻ പാടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. സാധനം എനിക്കറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. ഞാൻ കയറിപ്പോട്ടെ. കേറിയ ഭാഗ്യം. എടാ കേറ. ഭാഗ്യം, ഞാൻ പേടിച്ചു കേട്ടാ. ഇവിടെ ആട്ടുംകുഞ്ഞൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ആട്ടുമ്മമ്മയുടെ ആട്ടുംകുഞ്ഞ്. ആട്ടുംകുഞ്ഞ് ഇതോട്ടൊന്ന് വലുതായോ? ഇപ്പം തൽക്കാലത്തേക്ക് വെറുതെ വിട്ടേക്കണോ? പോയി ജീവിക്കണം മക്കളെ. നമുക്ക് അതിൻ്റെ അപ്പുറത്ത് പിടിപ്പിക്കാം. അതിലൂടെ സമയം കളയണ്ട, നമുക്ക് നേരെ പൊട്ടിക്കണം. ഇവിടെ അയണൊന്നുമില്ലല്ലോ. ഇതാണോ? പിന്നെ നമുക്ക് ഒരു പേരറിയാം ഗൈസ്, അയൺ. ഈ അയണാണോ എന്നൊരു സംശയമുണ്ട്. എന്നാലും അയൺ ഇതായി. നമുക്ക് നേരത്തെ കിട്ടിയൊരു കട്ടയില്ലേ, ഒരു ബാറ്, അത് മറ്റേ സാധനം പിന്നെ പിരമിഡ്. അത് കണ്ടല്ലേ അത്? എൻ്റെ പേരിനത് പിരമിഡ് അല്ലേ? പിരമിഡ്. ഓ മൈ ഗോഡ്. അപ്പോൾ ആ പിരമിഡ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് വേണ്ടിയില്ലേ? സോഡ്, ആക്സ്, പിക്കാക്സ് എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പിരമിഡ് ഉണ്ടാക്കണമെങ്കിൽ അയൺ ഉരുക്കണം. അയൺ എന്ന് വെച്ചാൽ ഇരുമ്പാ. പക്ഷേ ഇരുമ്പ് ഉരുക്കുമ്പോൾ എങ്ങനെയാണ് മറ്റേ ഈ സാധനം കിട്ടണത്? പിരമിഡ് ഒരു സാധനമല്ലേ? അപ്പോൾ നമ്മുടെ ഇത് പിരമിഡായ എനിക്കൊന്നും അറിയാൻ പാടില്ല. ആരുടെ എൻ്റെ വീട്ടിൽ കയറിക്കണേ ചാടാ, അത്രേ ഉള്ളൂ. കൊന്നു കളഞ്ഞു. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ എന്തൊക്കെയുണ്ട്? ഇത് വെച്ച് എന്നാ ചെയ്യാൻ പറ്റണേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെന്താ ഉള്ളത്? വേറൊന്നും പറ്റത്തില്ലല്ലോ ഗൈസ്. എന്ത് പാടാ നോക്കുന്നേ. ഇതാണ് ഈ ഗെയിം കളിക്കാത്തൊരു പ്രശ്നം. എനിക്കറിയാൻ പാടില്ല ഗൈസ്, ഈ ഗെയിമിൽ എന്ത് ചെയ്യണം, എങ്ങനെ കളിക്കണം, ഒന്നും അറിയാൻ പാടില്ല. പട്ടിക്കാട്ട ഗെയിമാണ് ഗൈസ്. ഒരയൺ കിട്ടിയിട്ടുണ്ട്. ഇതല്ലേ ഗൈസ് പിരമിഡ്? അതെ ഗൈസ്, പിരമിഡ് എന്നൊരു സാധനത്തിൻ്റെ പേരൊക്കെ മൈൻക്രാഫ്റ്റ് എടുത്തിടാം. നമുക്ക് പോയി മരം വെട്ടാം ഗൈസ്. മരം വെട്ടാം. ഇതൊരു പട്ടിയില്ലേ? പട്ടീനടിച്ച് എന്നെ പെണ്ണേ. പട്ടി ഓടൂ. ചടാ പട്ടി. പട്ടിക്കാട്ടം.
മരം വെട്ടണ കോടാലി വെച്ച്. അപ്പോൾ സൈഡിൽ ഇരിക്കുന്ന സാധനം കോടാലി തന്നെയല്ലേ. പിന്നെ നിന്നെ എൻ്റെ അമ്മച്ചേ, അയ്യോ ഇവിടെ സ്റ്റെപ്പ് അതല്ലേ ഗൈസ് ക്രീപ്പർ. തേക്കണു അതിൻ്റെ പുറത്ത് തന്നെയാണ് ഇരിക്കണേ ഈ സാധനം. ഇത് ക്രീപ്പർ പച്ച കളറിൽ ഇരിക്കണ ക്രീപ്പർ ഇങ്ങനെ ഇരിക്കണേ. ക്രീപ്പറെ കയറി വേടാ. തേക്കണു വാടാ ക്രീപ്പർ, വാടാ ടിഷ്കം, വാടാ ഓറഞ്ച് ഇട്ട ക്രീപ്പറേ. ഓടിച്ചു വിടും ഞാൻ, ഓടിക്കോ. നോക്കട്ടെ കേസ്, നോക്കട്ടെ. എൻ്റെ ഹെൽത്ത് കണ്ടോ നിങ്ങൾ? എൻ്റെ അമ്മോ, ഫുഡൊന്നും ഇല്ല എനിക്ക്. നീ എടാ ഫുഡ് വേണോടാ, ഫുഡ് വേണമല്ലോ. എടാ ഫുഡ് വേണമല്ലോ. എടാ ഫുഡ് താടാ. എൻ്റെ അമ്മോ, ഇത് ഇത്ര നേരമായി അറിയോ നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട് മടുത്തിട്ടാ. ഇത് ഉടുപ്പായിരുന്നു അല്ലേ അവൻ ഇട്ടുകൊണ്ടെന്ന്. അവൻ്റെ തലയിക്കണ സാധനം കിട്ടിയില്ല. പണ്ടാരം കള്ളന്മാർ ഒന്നും തരില്ല. ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ഉണ്ടാക്കടാ. ഇതാണോ ഗൈസ് അയൺ ബോക്സ്? ഇതിന് അതിൻ്റെ പേര് വായിച്ചില്ല. ഓട്ടെ, അയൺ ബോക്സ്. ബക്കറ്റ് ഉണ്ടാക്കി. നമുക്കിനി ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബക്കറ്റ് ഉണ്ടാക്കി. നമുക്കിവിടെ നിന്ന് വെള്ളം പിടിക്കാം. എടാ കുട്ടി സോംബി കണ്ട, കുട്ടി ക്രീപ്പർ. സോംബി വേറെ അല്ലേ കേസ്, നമ്മൾ മറ്റേ കണ്ട അസ്ഥി കൂടാ സോംബി. ഒരു വില്ലേജറിനെ അവിടെ ഇട്ട് കൊല്ലുവാടാ ഈ പട്ടി ക്രീപ്പറുകൾ. പാവം വില്ലേജർ. സാർ എൻ്റെ പുറകെ. എടാ ഇവിടെ ബിരിയാണി ഒന്നും വിളമ്പിച്ചിട്ടില്ല. നീ എന്തിനാ എൻ്റെ പുറകെ? എടാ നീ പോടാ, എൻ്റെ കുണ്ടിയൊന്നും കടിക്കാൻ പറ്റില്ലടാ. എനിക്കിവിടെ ബിരിയാണിയൊന്നും ഇല്ലടാ. ചിലപ്പോൾ ഇവൻ നമ്മുടെ കാല് കണ്ടിട്ട് വല്ല ചിക്കൻ കാലാന്ന് ഓർത്തോ ക്രീപ്പർ. ബിരിയാണി കിട്ടിയെന്ന് പറഞ്ഞ് വരുക. നമ്മുടെ റോബ്ലോക്സ് വീഡിയോ മാത്രമല്ല ഇതിനകത്ത് വരാൻ പോണേ. ഇതിനകത്ത് നമ്മൾ എത്ര ഗെയിം കളിക്കുന്നുണ്ടോ അത്ര ഗെയിമിൻ്റെ വീഡിയോസ് നമുക്ക് വരുത്താം. നമ്മുടെ ഓഫ് റോഡ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ഗെയിമുണ്ട്. പണ്ടെന്നങ്ങാണ്ട കളിച്ച ഗെയിമാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഏതാ ഗെയിമെന്ന്. ആ ഗെയിമാണ് നമുക്ക് ഈ പരിപാടി തന്നത്. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം ഞാൻ പണ്ടെന്നങ്ങാണ്ട് ഒരു എപ്പിസോഡ് ഇട്ടായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ഒന്നുമില്ല. പാട്ട് പാടിത്തരാം ഗൈസ്, പാട്ട് പാടി. അന്ന് തൊട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എടി ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നോടാ മൈൻക്രാഫ്റ്റിൽ? അയ്യോ താഴെ പോലെടാ മുത്തേ. ക്രീപ്പർ, സോംബി, പച്ചക്കളറിൽ പൊട്ടിത്തെറിക്കണ ബോംബ് എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. എടാ ഇതിൻ്റെ സാധനം അതാണ് നമ്മൾ മറ്റേ പൊട്ടിച്ച് താഴ്പോയ സാധനമല്ലേ ഇത്? ഗൈസ് എനിക്കറിയാൻ പാടില്ല. ഞാൻ താഴ്പോട്ടെ, അല്ല ഞാൻ മോണ്ടെ പോട്ടെ. എനിക്കറിയാൻ പാടില്ല. കളിയൊന്നും അറിയാൻ പാടില്ല. നമ്മൾ പച്ച പിടിച്ച് വന്നിട്ട് മതി. അയ്യോ വേണ്ട. അയ്യോ എനിക്കൊന്നും അറിയാൻ പാടില്ല. ലൈഫൊക്കെ ഫുള്ളാക്കിയിട്ട് വരാം ഗൈസ്. അയ്യോ പോയടാ എല്ലാം പോച്ച് ഗൈസ്, എല്ലാം പോച്ച്. നമ്മൾ വീണ്ടും റീസ്പോൺസ് ആക്കി ഇവിടെ എത്തി ഗൈസ്. എന്നാ പരിപാടിയാ നോക്ക്. ഞാൻ ഡിലീറ്റ് ആക്കുവാണ് ഈസി ഗെയിം. സത്യം പറയാലോ ഈ ഗെയിമിൽ ഒരു പരിപാടി ചെയ്യാൻ ഇല്ല. ഞാനുണ്ടല്ലോ മറ്റേ പച്ച കളറിൽ ബോംബില്ലേ, പച്ചക്കളർ ബോംബ്, അതിൻ്റെ പേരെന്താണ് ഈസി മനസ്സിലായില്ല. ക്രീപ്പർ, സോംബി, പച്ചക്കളർ ബോംബ്, ഇതൊക്കെയല്ലേ ഇതിൻ്റെ പേര്? ഇതൊക്കെയല്ലേ ഗൈസ് ആകെ ഉള്ളൂ. ഞാൻ കുറച്ച് തീയൊക്കെ എടുക്കട്ടെ. നമുക്ക് നാളെ ക്യാമ്പിങ്ങിന് പോകാനുള്ള.
അപ്പോൾ അവിടത്തെയൊക്കെ രാത്രിയായി ഇത്ര കിട്ടുന്നു. അതോ ലൈറ്റ് പോയറച്ചതിൻ്റെ വെളിച്ചം പോയതാണ്. ഇവിടുത്തെ കൂടെ വെട്ടടിച്ചേക്കാം. എന്തായാലും നമ്മൾ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരാൻ പോള. ട്രയലായിട്ട് കളിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എന്നാലും അയണാക്സും പിക്കാക്സും അയണും എല്ലാം ഉണ്ടാക്കി വെച്ച് കൊണ്ടുപോയ സാധനമാണ് ഗെയ്സ്. കൊണ്ടുപോയ സാധനമാണ്. എന്ത് പാടാന്ന് നോക്കുക ഗെയ്സ്. നമുക്കൊരു 10 മിനിറ്റും കൂടെ നോക്കാം കിട്ടുമെന്ന്. നോക്കട്ടെ ഗെയ്സ്. 10 മിനിറ്റ് വല്ലതും. 10 മിനിറ്റ് ഇല്ല, 2-3 മിനിറ്റൊക്കെ വെച്ച് നോക്കട്ടെ. എടാ തുപ്പിട്രാ. അയ്യേ പട്ടി ഒട്ടകമാണോ കുതിരയാണോ എന്തോ സാധനം. തുപ്പിട്രാ എന്നെ. തുപ്പി. ഒട്ടകത്തിന് പോലും എന്നെ ഒരു വിലയില്ലല്ലോ. ഇനി തുപ്പല്ലേ. ഒന്നാമത് എങ്ങനെ കുളിച്ചു വന്നതാ. ബസ്റ്റ് ഈ പട്ടി ആക്രമിക്കൂ. ഈ പട്ടിയുടെ കൂട്ടുകാരനെ നമ്മൾ മറ്റേ പട്ടിയായിട്ട് കൊന്നേന്നു. ഈ ഇടവഴി കയറി പോകാൻ പറ്റില്ലേ? പറ്റൂലോ. അയ്യോ ഹെൽത്ത് പോണു. നമ്മൾ നമ്മുടെ സാധനം എടുക്കാൻ പോണോ ഗൈസ്. ഒരു 10 മിനിറ്റും കൂടെ കളിച്ച് നോക്കട്ടെ. കിട്ടിയാലോ സാധനം. നമുക്ക് ഇവിടെ നിർത്തിയിടാം. അവിടെ വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്ക് എല്ലായിടത്തും കിട്ടണ നിർബന്ധമില്ല കേട്ടോ ഗൈസ്. കിട്ടണ നിർബന്ധമില്ല. എനിക്കൊരാവശ്യമില്ല ഈ പരിപാടിക്കൊന്നും. പിന്നെ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ. സ്കൂളൊക്കെ അടച്ചിരിക്കുമല്ലേ, ചുമ്മാ ഒരു രസമാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീടുന്നതാണ്. പക്ഷേ ഒരു വ്യൂസും ഒരാളും കാണുന്നില്ല. ഞാൻ വീടിട്ടിട്ട് എന്ത് കാര്യം? ആരും കാണുന്നില്ല. ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അങ്ങനൊരു പണി കിട്ടി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ പതിയെ ഉണ്ടായിക്കോളും. അതിൻ്റെ സാധനം എന്തിലോട്ടെ അല്ല വെളിച്ചമായിരിക്കും. എനിക്കൊന്നും അറിയാൻ പാടില്ല ഗൈസ് ഈ ഗെയിമിനെ കുറിച്ച്. നിങ്ങൾക്ക് വല്ലെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാം. ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞുണ്ടല്ലോ. എടാ ഇതെന്തോ ചുമന്ന കളറിൽ. എടാ പൊട്ടിക്കടാ, എനിക്ക് വേണോടാ ആ സാധനം. എനിക്ക് വേണോടാ. എടാ പൊട്ടിക്കടാ. എടാ എനിക്ക് ആ സാധനം വേണോടാ. എടാ പോലെ. എടാ എന്നാലും കാണിക്കടാ. എടാ എനിക്കിത് വേണമുള്ള സാധനം വേണോ. അയ്യോ സ്ഥലം വരെ മാറിപ്പോയി. എന്ത് കാര്യമുണ്ട് ഗൈസ് ഇതിനകത്തൊക്കെ. ഞാനും ഒരു ചുമന്ന കല്ലായിരുന്നു. ഞാനും ഒരു ചുവന്ന കല്ല്. കോപ്പിറൈറ്റ് കിട്ടും. വേണ്ട മിണ്ടായിരിക്കാം. നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ വിഷയമാണ് ഗൈസ്. നമ്മുടെ 2-3 വീഡിയോ കോപ്പിറൈറ്റ് കിട്ടി. അപ്പോൾ ഇനി എനിക്ക് ചാകാൻ പറ്റില്ല. ഞാൻ കയറി പോണ വഴിക്ക് ചത്ത് കഴിഞ്ഞാൽ കളി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ നിന്ന് ഞാൻ ചത്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഇവിടെ ചത്ത് കഴിഞ്ഞില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ചത്തില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മൾ മാത്രമാണ് ഗൈസ് ഇങ്ങനെ പാവങ്ങൾ. എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സായി കൊടുക്കും. പക്ഷെ നിങ്ങൾ എനിക്ക് മാത്രം സബ്സ്ക്രൈബേഴ്സായി തന്നില്ല. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? വെള്ളം മൊത്തം എടുത്തിട്ടുണ്ട്. ആ താഴെ പോണ വെള്ളം എന്നെ ഇവിടെ. അപ്പോൾ അത് നമുക്ക് അപ്പുറത്തെ വഴി കയറാം. അപ്പുറത്തെ വഴി നമുക്ക് കയറാലോ. അപ്പുറത്തെ വഴി നമുക്ക് കയറാലോ. ആ ഓട്ട എന്ത് ഗൈസ്? ഓട്ടിന് കറുത്ത കളറിലൊക്കെ എന്തൊക്കെ സാധനമുണ്ട്. അതൊന്നും എനിക്കെടുക്കണ്ട. ഞാൻ അവിടെ നിന്ന് വല്ല സോംബി ഇറങ്ങി വന്നാൽ പറ്റൂല ഗൈസ്. അങ്ങനെ നമ്മൾ അയ്യോ പോലെടാ മുത്തേ പോലെടാ. അയ്യോ കുണ്ടിക്കാര കൊണ്ട്. അയ്യോ ഏതോ പട്ടി ക്രീപ്പർ നമ്മുടെ കുണ്ടിക്കിട്ട് വെച്ച് വമ്പ് വിട്ട് ഗൈസ്. എൻ്റെ അമ്പാ, ഇതിപ്പോൾ എന്ത് ചെയ്യാണ്? ഈ ഗെയിം തന്നെ ഒരു പട്ടിച്ചീട്ട ഗെയിമാണ് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടില്ല. വലിയ കാര്യമൊന്നുമില്ല ഈ ഗെയിമിൽ. ഈ ഇറച്ചി തിന്നാൻ പറ്റുമോ? ഇത് എന്തിൻ്റെ ഇറച്ചി? ഇത്
എൻ്റെ പേരിന് പോത്തിൻ്റെ തലയാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഏകദേശം. കൊമ്പ്. സത്യം പറയാലോ, ഈ മൈൻക്രാഫ്റ്റ് എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. കുറേ നാലിറച്ചി കിട്ടി, 9 സീന്. അയ്യോ, ഹെൽത്ത് പോയി. നമുക്ക് ഇച്ചി മരം വെട്ടാൻ കഴിച്ചു, അല്ലാണ്ട് കിടക്കൂല. ഇത് മണ്ണായിരുന്നു. ഇത് തന്നെ ആ പട്ടി ക്രീപ്പർ ഒന്ന് കൊന്ന ഗൈസ്. പക്ഷേ ഈ ഗെയിമിൽ ചാകുക എണീക്കുക ഇത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഈ ഗെയിമിൽ ഇത്ര സ്പെഷ്യൽ അല്ലേ? അതെ. അവിടെ നമ്മൾ ചുമന്ന കളറിലുള്ള കട്ട പോലും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ എന്ത് പ്രോ പ്ലെയർ, എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല, ഒരു പ്രോ പ്ലെയറും അല്ല നമ്മൾ. നിങ്ങൾ പ്രോ പ്ലെയർ ആണോ? അതാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ പ്രോ പ്ലെയർ ആയിരിക്കും. എന്നെപ്പോലെ ഒരു ബുദ്ധിയില്ലാത്ത ആളാവില്ലല്ലോ നിങ്ങൾ എന്തായാലും ബുദ്ധിമാനായിരിക്കും. അയ്യോ, വേദന എടുക്കണം. 12 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പുറത്തെ വേണ്ട, 12 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. 12 എണ്ണം ഉണ്ടാക്കിയെടുത്തു. മൈ ഗോഡ് ഗൈസ്, എന്ത് പാടാ നോക്കി. സത്യം പറയാലോ. എടാ വടി ഉണ്ടെങ്കിൽ എല്ലാം വരും. ചുമന്ന കളർ കാണിച്ചേക്കുന്ന സാധനമൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വെള്ള കളർ കാണിച്ചേക്കുന്ന എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ബിൽഡ് ദി പ്ലെയിൻ എന്ന് പറഞ്ഞ ഗെയിമിൽ നമ്മളൊരു കിണ്ണങ്കാച്ചി പ്ലെയിൻ ഉണ്ടാക്കി. കിണ്ണങ്കാച്ചി പ്ലെയിൻ വുഡൻ്റെ നമ്മൾ വീണ്ടും അയല മറ്റേ സാധനം പേരെന്നായിരുന്നു? അതിന് മുമ്പുള്ള സാധനമല്ലേ? ബാട ഞാൻ ഇവിടെ വാ ഇവിടെ തുറന്ന സ്ഥലമാണ്. ഹായ് കുതിര. അപ്പോഴത്തേക്കാ സോംബി എത്താ. നമുക്ക് കിട്ടി ഗൈസ് ഇറച്ചി. സോംബിയുടെ ഇറച്ചിയായിരുന്നുല്ലേ അത്? അല്ല, സോംബി നല്ലൊരു ക്രീപ്പറിൻ്റെ ഇറച്ചിയായിരുന്നുല്ലേ? ഇപ്പം മനസ്സിലായി. വെള്ള കളറിലൊക്കെ കുറേ സാധനം ഉണ്ടല്ലോ ഗൈസ്. ഹായ് മീമി. ആ കുഞ്ഞു പൂച്ചയ്ക്ക് നമ്മൾ കണ്ടില്ലായിരുന്നു ആ സോംബി ഇറങ്ങിയ സമയത്ത്? ആ കുഞ്ഞു പൂച്ച വെച്ചെന്നിരിക്കും, നമുക്ക് കൊണ്ടു കൊടുക്കാം. എടാ നിൽക്കടാ മീനെ. ഇഴഞ്ഞു പോണേക്ക് സുഖം. ഞാനാണ്ട നിങ്ങളിവിടെ ജീവിച്ച് പോണേ. കാരണം എനിക്ക് കത്തിയും പാടൊന്നും ഉപയോഗിക്കാറിയാൻ പാടില്ല. എടാ മീനെന്ത്? അയ്യോ, കുണ്ടിക്കിട്ട് കടിച്ചേ. അയ്യോ, സോംബി കുണ്ടിക്കിട്ട് അടിച്ചേ. അല്ല, ക്രീപ്പർ കുണ്ടിക്കിട്ട് അടിച്ചേ. ഈ വെള്ളത്തിലൊക്കെ ക്രീപ്പറൊക്കെ ഉണ്ടാവുകയാണ്. എൻ്റെ പൊന്ന്, ഇത് റോബോട്ട് ക്രീപ്പറാന്ന് തോന്നുന്നു. കണ്ണൊക്കെ വല്ല ഡയമണ്ട് പോലെ ഇരിക്കണ്. അപ്പോഴാണ് ഞാൻ ഓർക്കണേ, ആ പച്ച കളർ ഡയമണ്ട് കിട്ടാൻ നമ്മൾ ട്രേഡ് ചെയ്യണം അല്ലേ? ഇതന്നെ. എനിക്ക് ഡാൻസ് ഒന്നും കാണണ്ട, മാറിപ്പോ. ഡാൻസ് കളിക്കണം, ഡ്രിഫ്റ്റ് കളിക്കണം. ഇത് BMW ഒന്നും അല്ല, അത് ഡ്രിഫ്റ്റ് അടിക്കാൻ. നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഏതാണ്? ഈ ഫേവറേറ്റ് കാർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കാർ, ഒന്നാമത്തെ കാറും രണ്ടാമത്തെ കാറും ഏതാന്ന് പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് BMW, രണ്ടാമത്തെ പജേറോ. ഈ 2 വണ്ടി എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള വണ്ടി ഇത് തന്നെയാണ്. മൂന്നാമത്തെ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയം കൂടാണ്ട് ഞാൻ പറയും, ഡിഫെൻഡർ. എങ്ങനെയുണ്ട്? ഡിഫെൻഡർ സെറ്റപ്പ് വണ്ടിയാണ് അല്ലേ? ഇങ്ങോട്ട് വീട്ടിൻ്റെ കാര്യം, നമുക്കൊന്ന് വിശപ്പിനുള്ള സാധനമൊന്നും വേണ്ടേ ഗീസ്? വിശപ്പിനുള്ള ഐറ്റം വേണം. നമുക്ക് ഇതിനെ കൊല്ലാം തൽക്കാലത്തേക്ക്. ഒരു വിശപ്പിന് എന്തൊക്കെ കിട്ടിയല്ലോ. എടാ, എന്തോ സാധനം കിട്ടി. ന്യൂ റെസിപ്പി അൺലോക്കഡ്. എൻ്റെ അമ്മ എന്തോ കിട്ടി, തിന്നാളെ തോന്നുന്നു. പിന്നെ തിന്നാം. എനിക്ക് ഞാൻ താഴത്തേക്കൊന്ന് പോയി നോക്കട്ടെ. അയ്യോ, ഇതന്നെ. എടാ സോംബി അല്ല, ക്രീപ്പർ അടിച്ച്. അയ്യോ ക്രീപ്പർ അടിച്ച്. അയ്യോ ചത്ത്. വീടിൻ്റെ അടുത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ വീഡിയോ